ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്തിട്ട് അതിലുള്ള മിഠായികൾ എടുത്ത് കഴിച്ചിന. ഈ ഒരു ഓർഡർ എനിക്ക് വന്നത് 3-4 മാസങ്ങൾക്ക് മുന്നേ ആണ്. ഒത്തുന്നല്ല, എന്റെ കസിന് ഓളുടെ ഹസ്ബൻഡിന് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു. അങ്ങനെ ഓള് പറഞ്ഞ എല്ലാ ഐറ്റംസും ഞാൻ ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് അവരുടെ റിലേറ്റീവ് ആരോ മരിച്ചിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് തമ്മിൽ കാണാൻ ഒരു ഐറ്റം എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും കുറെ ദിവസം കാത്തിരുന്നതിന് ശേഷം അവന്റെ ബർത്ത്ഡേക്ക് കൊടുക്കാന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പ്ലാൻ ഞങ്ങളെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അത് എന്തെങ്കിലും വഴിത്തിരിവ് കാരണം തെറ്റിപ്പോകുന്നത് ഞങ്ങൾക്ക് അറിയായിരുന്നു. ഓർക്ക് വർക്ക് കഴിഞ്ഞാൽ വീട്ടിലെത്താൻ വൈകിയതുകൊണ്ട് അന്നേ ദിവസം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സർപ്രൈസിന്റെ കാര്യം ഞാൻ കസിനോടെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ മോൾക്ക് അറിയാം. ഓൾ ഉമ്മാനെ വരച്ച വരയിൽ നിർത്തിക്കായിരുന്നു. കാരണം ഇത് ഞാൻ വാപ്പച്ചിനോട് പറയും, അല്ലെങ്കിൽ എനിക്ക് അത് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് ആള് ഭയങ്കര ടോർച്ചർ ആയിരുന്നു. അങ്ങനെ ഒരു വിധം ഞങ്ങൾ ഇത് വരെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബർത്ത്ഡേന്റെ അന്ന് ഞങ്ങൾ ഇത് ഓന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തരാൻ പറ്റിയിട്ടില്ല. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇതിൽ 2 മിഠായി ഉണ്ടെങ്കിലും കൊടുക്കുമ്പോൾ ഇതിൽ 1 മിഠായി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം ബാക്കി 1 മിഠായി ഞാൻ അടുത്ത് കഴിച്ചിട്ടുണ്ട്. എത്ര വെച്ചിട്ടാണ് ഈ ഒരു ഡയറി മിൽക്കുമൊക്കെ നോക്കിയിരിക്കും. 3 മാസം ഇതിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ പിന്നെ 1 ബാക്കി കിട്ടിയാൽ അൽഹംദുലില്ലാ പറഞ്ഞു. അങ്ങനെ സംഭവബഹുലമായ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങൾ അവസാനം കൈമാറിയത് ഈദിനാണ്. ഞാൻ കഥ പറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് ഹാമ്പർ? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ എന്റെ ഈ ചാനലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.